ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തവും മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും ബോട്ടിൽ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാഴാക്കി കളയുന്ന ഏതെങ്കിലും ഒരു ഷേപ്പുള്ളൊരു നല്ല കട്ടിയുള്ളൊരു ബോട്ടിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ OHP ഗ്ലാസ് ഷീറ്റ്, അതിപ്പം ഇല്ലാത്തൊരു കാര്യങ്ങളും ഇല്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ OHP ഗ്ലാസ് ഷീറ്റ്. വളരെ ഭംഗിയുള്ള ഐറ്റംസുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഇനിയും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റിലോട്ട് പോവാം. കണ്ടില്ല, അതിൻ്റെ സെൻറ്റർ ഒരു ബോട്ടിൽ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ രണ്ട് ബോട്ടിലിൻ്റെ അതായത് ടോപ്പ് ഭാഗവും എൻഡ് ഭാഗവും തമ്മിൽ യോജിപ്പിച്ചെടുക്കാനാണ്. അത് കറക്റ്റ്ലി നമ്മളൊരു കട്ടിങ് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്യാപ്പ്, അത് ഒട്ടിക്കുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് വീഴാത്ത രീതിയിലാണ്. ഇതൊരു ഓയിൽ ക്യാനായിട്ട് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓയിൽ ക്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത്രയും കെയർഫുള്ളോടുകൂടിയാണ് ചെയ്യുന്നത്. മോൻ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഓരോ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും അവ ഇതെല്ലാം ശ്രദ്ധിക്കുകയും ചിലപ്പോഴൊക്കെ സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടില്ല, എന്നിട്ട് ആ ഒരു കട്ട് ചെയ്തെന്ന് കറക്റ്റ്ലി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിത് B7000 ഒരു ഗമ്മാണ്. ഈ ഒരു ഗമ്മെന്ന് വെച്ചാൽ കുറച്ചും കൂടി വലിയൊരു ഗമ്മാണെങ്കിൽ കൂടിയും ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് എയർ ഇതിലുണ്ട്. അത്രയും ഗം തന്നെ അതിൽ നിന്ന് നമ്മൾ കാണത്തക്ക വിധത്തിൽ അത്രയും ഗം തന്നെ ഇതിലില്ല. അപ്പം മോനിങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ എടുക്കുന്നെന്നുള്ളത്. അവനെ കൊണ്ടും തനിയെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവറൊക്കെ കുറച്ചൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചേർത്ത് കുറച്ച് സമയം ഒരു B7 ഈ ഒരു ഗം എന്ന് പറഞ്ഞാൽ ഗ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അപ്പോഴേ അത് നല്ല രീതിയിൽ അത് സ്റ്റിക്കായിട്ട് വരും. ഈ ഒരു ഗം അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഫെവിക്വിക്കോ ഏതായാലും മതി. നല്ല ടൈറ്റായിട്ടത് ഒട്ടി നിമിഷ നേരം കൊണ്ടത് ഒട്ടിയിരിക്കുകയും ചെയ്യും. ഒരേ ലെവൽ ആ കട്ടിങ് ചെയ്യുന്ന പോർഷൻ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയ ഗ്യാപ്പ് പോലും വീഴാത്ത രീതിയിലായിരിക്കണം അത് കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കേണ്ടതും. ഇതുപോലെ നമുക്ക് ഒരുപാട് ബോട്ടിലുകൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതിൽ നിന്ന് എന്തെല്ലാം ഉപയുക്തമാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് തന്നെ ശ്രമിച്ച് നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയെന്ന് വെച്ചാൽ ഒരു OHP ഗ്ലാസ് ഷീറ്റ് സ്കെയിൽ ആയിട്ട് കട്ട് ചെയ്ത് അതിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം ഈ രണ്ട് യോജിപ്പിച്ച ഒരു പോർഷനിൽ ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റ് കണ്ടില്ല, അത് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഗ്ലൂ നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ റോൾ ചെയ്ത് നല്ലതുപോലെ ടൈറ്റായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിതിൽ ഓയിൽ ഒഴിക്കുമ്പോൾ അത് ലീക്ക് ആവാത്ത വിധം നല്ല ടൈറ്റായിട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. വേണമെങ്കിൽ നല്ല ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അവനത് കണ്ടപ്പോഴും വളരെ കൗതുകം തോന്നി. ചെറിയൊരു ബോട്ടിലായി കഴിഞ്ഞ് അല്ല, അത് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അത് ചെറിയൊരു ബോട്ടിലാക്കി. ഇനി നമ്മളത് ഒരു ഹാൻഡിലോടുകൂടി അത് നമ്മൾ ചെയ്യാൻ പോകണം. ഇനി ചെറിയൊരു പൈപ്പാണ്. ആ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളതിൽ വേറെ നമ്മൾ സ്ട്രോ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്ത റൗണ്ടായിട്ട്. അതിന് വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലൂ അതിൽ നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഫോൾഡ് ചെയ്ത് റൗണ്ടായിട്ട് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അത് ചെയ്താൽ മാത്രമേ അത്രയും ടൈറ്റായിട്ടിരിക്കൂ. കാരണം ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റിന് കുറച്ച് തിക്നെസ് ഉള്ളതിൻ്റെ പേരിൽ നമ്മളത് അത്രയും ടൈറ്റായിട്ട് ചെയ്താലേ ഒരു റോൾ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും ടൈറ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രോ യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് വളരെ സ്മോളായിട്ടാണ്, ചെറിയ രീതിയിലാണ് ഫോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അത്രയും ശ്രദ്ധിച്ച്, കാരണം നമ്മളിത് യൂസ്ഫുള്ളാക്കി എടുക്കാനുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സ്ട്രോ കൊണ്ടുള്ളൊരു അതായത് ഈ ഒരു ബോട്ടിൽ കൊണ്ട് ഇങ്ങനൊരു ഓയിൽ ക്യാൻ ചെയ്യാൻ കാരണം എനിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്.
ആ കിച്ചണിൽ വലിയ ഒരു ബോട്ടിലാണുള്ളത്. അപ്പം ചെറിയതാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈവാക്കിന് വെച്ച് ചെറിയ രീതിയിൽ നമുക്ക് തന്നെ ഓയിൽ ഒഴിക്കാനും എടുക്കാനും നമുക്ക് അത് യൂസ്ഫുൾ ആക്കി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടും കൂടിയാണ് ചെയ്തത്. നമുക്കിതുപോലെ ചെറിയ ചെറിയ ഐറ്റംസുകൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ബോട്ടിൽ കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. അത് യൂസ്ഫുൾ ഉള്ളതും അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസുകളും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ട്രോ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ അത് ചെറിയൊരു ഹോൾ ഇടാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അത് ഒരു അഗർബത്തിയാണ്. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളത് വലിയ ഹോളല്ല ചെയ്യുന്നത്, ചെറിയ ഒരു ഹോൾ ആക്കി എടുക്കാനായിട്ടാണ്. അപ്പം ഈ ഒരു സ്ട്രോ ചെയ്തതിലും ചെറുതായിരിക്കണം ആ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്, കാരണം ഇത് മുകളിൽ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒട്ടിക്കുന്ന പോർഷനിൽ ഇത് കണ്ടില്ലേ, കാണിക്കുന്ന കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ടില്ല മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കത് ആ ഒരു ചെറിയ ഹോളിൻ്റെ ഇത് പുറമേ അതിൻ്റെ പുറമേ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു ഓയിൽ ലീക്ക് വരില്ല, ആ ഒരു ഓയിലിൻ്റെ ലീക്കേജ് വരാത്ത രീതിയിലാണ്. അപ്പോൾ അത് ഒഴിക്കുമ്പോഴത്തേക്ക് അത് ലീക്ക് വരാത്ത വിധത്തിൽ ആണ് അതങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഫോൾഡ് ചെയ്ത് അത് മടക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യാനായിട്ടാണ്. അതും ഇപ്പം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ ഗോൾഡൻ വയറോ കമ്പിയോ യൂസ് ചെയ്തും ഹാൻഡിൽ ചെയ്യാം. ഇതിപ്പം ഞാൻ ഈ ഒരു OHP ഷീറ്റിൽ വെച്ച് തന്നെയാണ് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്തെടുക്കാമെന്ന് കരുതിയത്. അത് ഇതിനോട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഒട്ടിച്ച് കണ്ടില്ലേ. അതുപോലെ തന്നെ മറ്റേ ആ ഒരു സ്ട്രോ നമ്മൾ എങ്ങനെയാണോ ആ ഒരു റൗണ്ട് ഷേപ്പ് എങ്ങനെയാണോ ഒട്ടിച്ചത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത പോർഷൻ. അതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല ടൈറ്റായിട്ട് അത് പോകാത്ത വിധത്തിൽ നല്ല ടൈറ്റ് ഉറച്ച് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്, ഒരുപാട് സന്തോഷവും തോന്നി. ഒരു ഐറ്റം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമ്പോഴാണ് അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടുന്നത്. മോനത് കണ്ടപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ട്, കാരണം നമ്മുടെ കൈ പിടിക്കത്തക്ക വിധത്തിൽ ചെറിയ ഒരു ക്യാനാണിത്. ഇനി അതിൽ ഡെക്കറേഷൻ ചെയ്ത് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അടപ്പിനുള്ള ഒരു കളർ കോമ്പിനേഷനോടുകൂടി വരത്തക്ക വിധത്തിലുള്ള കളറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, യെല്ലോ ഗ്രീൻ. ഇനിയെന്ന് വെച്ചാൽ ഇതിലോട്ട് ഓയിൽ ഇടാൻ പോവുകയാണ്. ചെറിയ തോതിൽ ഓയിൽ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ക്യാൻ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആവശ്യാനുസരണം അതിൽ എണ്ണ യൂസ് ചെയ്യാനും എടുക്കാനും പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണിത്.